വേദത്തെ ദിവസവും അധ്യയനം ചെയ്യാൻ ആചാര്യസ്വാമികൾ നമ്മളോട് പറയുന്നു. അതിനെന്താണ് വേദം എന്നാണെങ്കിൽ വിത് ധാതുവിന് ജ്ഞാനേ എന്നാണ്, അറിവ് എന്നാണ്. എന്താണ് അറിവ്? ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുമോ അതാണ് ആ അറിവ്. അതായത് ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം. ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം. അതിൽ ഉപനിഷത്തിൽ പറയണു, ശ്വേതകേതുവിനോടാണ് പറയണത്. ശ്വേതകേതുവിനോട് പറയണു, അല്ലയോ കുട്ടി, ഏത് പ്രകാരത്തിലാണോ മൺപാത്രങ്ങൾ വൈവിധ്യമാർന്ന രൂപങ്ങളെയും വൈവിധ്യമാർന്ന നാമങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിലകൊള്ളുന്നത്, അതിൽ നാമവും രൂപവും ഇല്ലാത്തതാണ് മൃത്തിക ഇതിയേവ സത്യം. അതിൽ മണ്ണ് മാത്രമാണ് സത്യം. അപ്പം മണ്ണിനെ അറിയുന്നതോടുകൂടി ബാക്കിയെല്ലാം നാമരൂപാദികളെന്ന് എപ്രകാരം അറിയുന്നുവോ ഇതിനെയാണ് ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം എന്ന് പറയാം. ആ അറിവിനെയാണ് ഇവിടെ വിത് ധാതുകൊണ്ട് വേദം എന്ന് പറയുന്നത്. ആ വേദത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് ഇന്നലെ സാമാന്യം സൂചിപ്പിച്ചു. അതിനെ സ്വാമി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. സത്യലോകത്തിൽ സമാധിയിലിരുന്ന ബ്രഹ്മാവിൽ നിന്ന് വേദമുണ്ടായി എന്നും ആ വേദത്തെ ബ്രഹ്മാവ് തൻ്റെ ശിഷ്യന്മാർക്കായിട്ട് പുത്രസമന്മാരായ അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, മരീചി തുടങ്ങിയ ശിഷ്യർക്ക് ഉപദേശിച്ചുവെന്നും അവരവരുടെ ശിഷ്യർക്ക് ഉപദേശിച്ചുവെന്നും അങ്ങനെ ഗുരുശിഷ്യ പരമ്പരയാ ഈ വേദം നിലനിന്ന് പോരുന്നു. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് ഈ അന്യോന്യം തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഈ അന്യോന്യത്തിൽ ഇതുപോലെ ഇപ്പോൾ സ്വാമി നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുത്ത് തന്നു. വേദത്തിൻ്റെ ഫോട്ടോ കോപ്പിയൊന്നും ഇവിടെ കിട്ടില്ല. ഇനിയോ പറയുന്ന ആളും നോക്കിയിട്ടല്ല ഇത് പറയുന്നത്, അതങ്ങനെ പകർന്ന് നൽകുകയാണെന്ന് പറയാം. അതിനെ നമ്മൾ താത്വികമായി വിചാരം ചെയ്തു. ആരാണ് ബ്രഹ്മാവ്? എന്താണ് സത്യലോകം? എന്താണ് സമാധി? ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലമാണെന്നും നമുക്ക് 3 അനുഭവങ്ങളുണ്ട് എന്നും ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നും 4മത്തേത് തുരീയം. ഇപ്പം ജാഗ്രത അവസ്ഥയിൽ, സ്വപ്നാവസ്ഥയിൽ, സുഷുപ്തി അവസ്ഥയിൽ ഈ അനുഭവങ്ങളെയൊക്കെ ആരാണോ നിരീക്ഷിച്ചത്, സാക്ഷീരൂപനായിട്ടുള്ള അതിനെയാണ് അഹം ബോധം എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ അത് അഹങ്കാരമായി മാറുന്നു. ഈ അഹങ്കാരത്തെ അഹംബോധത്തിലേക്ക് ഉണർത്തുന്ന പ്രക്രിയയാണ് ധ്യാനം. ഇങ്ങനെ അഹങ്കാരം അഹംബോധത്തിലേക്ക് ഉണരുന്ന സമയത്ത് അത് അനുഭവിക്കുന്നതിനെയാണ് സമാധി എന്ന് പറയാം.